ഈ ധന്യനിമിഷത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിനായി വലിയ ബഹുമാനപ്പെട്ട ഫാദർ എബ്രഹാം മുത്തോളച്ചനെ ഞാൻ പ്രത്യേകമായി ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായ അഭിവന്യ മാർ മാത്യു മൂലക്കാട്ട് പിതാവേ, ഇന്നത്തെ നമ്മുടെ ഈ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന അഭിവന്യ മാർ ജേക്കബ് അങ്കാടിയാത്ത് പിതാവേ, നമ്മുടെ വികാരി ജനറൽ മൺസിംഗ് ജോർജ് തോമസ് മുളവനാൽ, ഫാദർ ഫിലിപ്പ് രാമച്ചനാട്, ഫാദർ സുനി പടിഞ്ഞാറേക്കര, ശ്രീ ടോണി പുല്ലാപ്പള്ളി, KCS പ്രസിഡന്റ് എസ് ജോസ് കണിയാനി, ഇന്നത്തെ ഈ ബൈബിൾ കലോത്സവത്തിന്റെ വിവിധ കമ്മിറ്റികളുടെ കൺവീനർമാര്, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാര്, നമ്മളുടെ ബൈബിൾ കലോത്സവം വിഭാവന ചെയ്തപ്പോൾ എല്ലാവരും ഐക്യത്തിന് ആവശ്യപ്പെട്ടൊരു കാര്യമാണ് നമ്മുടെ സമുദായത്തിന്റെ തലവനായ അഭിവന്യ മാർ മാത്യു മൂലക്കാട്ട് പിതാവ് ഈ 5 കൊറോണകളിലും മുഴുവൻ സമയം സന്നിഹിതനായിരിക്കണം എന്നുള്ളത്. പിതാവ് അതിന് അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്കറിയാവുന്നതുപോലെ അദ്ദേഹം കോട്ടയം അതിരൂപതയുടെ അധ്യക്ഷനാണെങ്കിലും ആഗോളതലത്തിലുള്ള ജ്ഞാനായ സമുദായത്തിന്റെ ഗോത്രത്തലവനാണ്. ഈ സമുദായത്തിന്റെ സാമുദായികവും സ്വഭാവപരവുമായ വളർച്ചയ്ക്ക് നിർണായകമായ പങ്കുവഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം. പ്രത്യേകിച്ച് വടക്കേ അമേരിക്കയിലുള്ള ജ്ഞാനായക്കാരുടെ നേരിടുന്ന പ്രശ്നങ്ങളിൽ വളരെയേറെ താല്പര്യപൂർവ്വം ഇടപെട്ടുകൊണ്ട് നമ്മളെ സാന്ത്വനപ്പെടുത്തുകയും സഭയോടൊത്ത് ചേർന്ന് നിന്നുകൊണ്ട് നമ്മളുടെ സാമുദായികമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തണം എന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അദ്ദേഹം നല്ല നേതൃത്വം കൊടുക്കുകയുണ്ടായി. ആദ്യമൊക്കെ അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടായി എന്ന് വരികിലും അദ്ദേഹം നമുക്ക് നൽകിയ നല്ല നേതൃത്വത്തിന്റെ സദ്ഫലങ്ങളാണ് ഇന്ന് വടക്കേ അമേരിക്ക മുഴുവനും അനുഭവിക്കുന്നത്. നമുക്കുണ്ടായ ദേവാലയങ്ങള്, നമുക്കുണ്ടായ മിഷനുകള്, അതിന്റെ വളർച്ചയ്ക്കൊക്കെ സാന്ത്വനം പകരുവാനും ശക്തി പകരുവാനും അദ്ദേഹം അതിശക്തമായ നേതൃത്വം നൽകി. നമുക്ക് സീറോ മലബാർ രൂപത ഉണ്ടാകുന്ന സമയത്തും അല്ലെങ്കിൽ അതിനുശേഷമുള്ള ഏതാനും വർഷങ്ങളിലും ഒക്കെ പിതാവ് ഇവിടെ വരുമ്പോഴും ഇവിടെ കേൾക്കുന്ന മുഴുവനും വൈദികരെ പറ്റിയുള്ള വിമർശനങ്ങളായിരുന്നു. ഞാനിവിടെ ചിക്കാഗോയിൽ ആദ്യം വന്നപ്പോൾ പിതാവിവിടെ സന്ദർശിച്ച അവസരത്തിലും ഈ വൈദികരെ പറ്റിയുള്ള വിമർശനങ്ങൾ വീടുകളിൽ വളരെ സജീവമായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് അച്ഛന്മാരെ കണ്ടു കഴിഞ്ഞാൽ ഒരു വെറുപ്പോടുകൂടി കാണുന്ന ഒരു മനോഭാവമായിരുന്നു. ഇന്ന് കുഞ്ഞുങ്ങൾ ഓടി വന്ന് സ്തുതി ചെല്ലുന്നു, ഈശോയുടെ പ്രതിനിധികളായിട്ട് വൈദികരെയും സന്യസ്തരെയും കാണുന്നു. അങ്ങനെയുള്ള ഒരു നല്ല മനോഭാവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ഈ സഭാപരമായ സംവിധാനത്തിലൂടെ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അഭിവന്യ പിതാവ് നമ്മുടെ സമുദായത്തിന്, പ്രത്യേകിച്ച് വടക്കേ അമേരിക്കയിലെ ജ്ഞാനായക്കാരുടെ പ്രശ്നങ്ങളിൽ ഞങ്ങളെ സഹായിച്ചതിന് പ്രത്യേകമായി ഞങ്ങൾ നന്ദി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. പിതാവിന്റെ നിർണായകമായ ആ പങ്കിന്റെ ഫലങ്ങൾ ഇന്ന് ഒരു പാഠം നിലം ഒരുക്കി കഷ്ടപ്പെട്ട് അധ്വാനിച്ചു കഴിയുമ്പോൾ അത് വിളഞ്ഞു നിൽക്കുന്നത് കാണുവാനായിട്ട് പിതാവിന് ഈ 3 ആഴ്ചകൾ 3 വാരാന്ത്യങ്ങളിൽ സാധിക്കുന്നുണ്ട് എന്നുള്ളത് സന്തോഷകരമാണ്. ഇപ്രകാരം നമ്മുടെ ഈ വടക്കേ അമേരിക്കയിലെ ജ്ഞാനായക്കാരുടെ ആവശ്യമനുസരിച്ച് പിതാവ് ഇതിനുവേണ്ടി മാത്രമായിട്ട് വീണ്ടും നാട്ടിൽ നിന്ന് ബഹുദൂരം യാത്ര ചെയ്ത് നമ്മളോടൊത്ത് ചെലവഴിക്കുന്നതിന് പിതാവിന് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സന്തോഷത്തോടുകൂടി അഭിവന്യ മാർ മാത്യു മൂലക്കാട്ട് പിതാവിനെ നമ്മുടെ ഇടയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് 3:30 മുതൽ 5 മണി വരെ ബേസ്മെന്റില് നമ്മളുടെ എല്ലാ ഇടവകകളിൽ നിന്നുമുള്ള മിഷനുകളിൽ നിന്നുമുള്ള പാരീഷ് കൗൺസിൽ അംഗങ്ങളുടെ ഒരു സംയുക്ത യോഗം ചേരുകയുണ്ടായി. അഭിവന്യ അങ്ങാടിത്തെ പിതാവിനെ ക്ഷണിച്ചിരുന്നു. പക്ഷേ പിതാവിന് മറ്റൊരു അത്യാവശ്യ ചടങ്ങുള്ളതുകൊണ്ട് അത് പങ്കെടുക്കുവാൻ സാധിച്ചില്ല. നമ്മുടെ അഭിവന്യ മൂലക്കാട്ട് പിതാവും മുളവനാലച്ഛനും ഉൾപ്പെടെ നേതൃത്വം നൽകിക്കൊണ്ട് നമ്മൾ വളരെ സൗഹൃദമായ ഒരു നല്ല ചർച്ച നടത്തുകയുണ്ടായി. ആ സമയത്ത് അഭിവന്യമാർ ജേക്കബ് അങ്കാടിയാത്ത് പിതാവ് ഈ സമുദായത്തിന് വേണ്ടി
ചെയ്ത വലിയ സേവനത്തെ നന്ദിയോടെ ഞങ്ങൾ അനുസ്മരിക്കുകയുണ്ടായി. പിതാവിനോടൊപ്പം മേജർ ആർച്ച് ബിഷപ്പും അതോടൊപ്പം തന്നെ അതിന് മുൻപ് അഭിമന്യമാർ കുന്നശ്ശേരി പിതാവ് ഒക്കെ ചെയ്തതായ വലിയ സേവനത്തിന്റെ വലിയ സഹകരണത്തിന്റെ ഫലമാണ് ഇന്ന് നമുക്ക് സഭാപരമായുണ്ടായ വളർച്ച. നാനായക്കാര് പ്രവാസികളായിട്ട് ഇന്ത്യക്ക് വെളിയിലെ പല സ്ഥലങ്ങളിൽ കുടിയേറിയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ കേരളത്തിന് വെളിയിൽ പല സ്ഥലങ്ങളിൽ പോയിട്ടുണ്ടെങ്കിലും ഇവിടെ ഉണ്ടായിട്ടുള്ള നിർണായകമായ വളർച്ച മറ്റൊരു സ്ഥലത്തും ഉണ്ടായില്ല. അതിന് തീർച്ചയായും ഈ സമുദായത്തെ സ്വന്തം മക്കളെ പോലെ തന്നെ നമ്മളെല്ലാം സ്നേഹിക്കുന്ന അഭിമന്യ ജയിക്കും മങ്ങാടിയാത്ത പിതാവിന്റെ സഹകരണം വളരെ വലുതാണ്. ഒരു പിതാവിനെ പോലെ അദ്ദേഹം നമ്മളെ സ്നേഹിക്കുന്നു, നമ്മളെ പരിപാലിക്കുന്നു. നമുക്ക് ഒതുക്കുന്നിടത്തെല്ലാം മിഷനുകള്, നമുക്ക് പള്ളികള്, റീജിയന്, വികാരി ജനറാള്, ഫൊറോനകള് എല്ലാം നമുക്ക് നൽകിയിട്ടുണ്ട്. പിതാവ് 2 ദിവസമേ ആയുള്ളൂ നാട്ടിൽ നിന്ന് സിനഡ് കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ട്. എങ്കിലും നമ്മുടെ ക്ഷണം സ്വീകരിച്ച് പിതാവ് തിരക്കുള്ള ദിവസമായിട്ടും നമുക്ക് സമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നു. പിതാവിന്റെ വലിയ സഹകരണത്തെയും ഈ സമുദായത്തോടുള്ളതായ സ്നേഹത്തെയും പ്രത്യേകിച്ച് നമ്മുടെ ഇടവകളോട് കാണിക്കുന്നതായ പ്രത്യേകമായ താല്പര്യത്തെയും ഞങ്ങൾ നന്ദിയോടെ സ്മരിക്കുകയാണ്. ഇവിടെ നമ്മുടെ ആളുകളെല്ലാം വളരെ പ്രത്യാശയോടുകൂടിയാണ് അഭിമന്യമാർഗേക്ക് മങ്ങാടിയാത്ത പിതാവിനെ നോക്കി കാണുന്നത്. കാരണം ഞങ്ങളുടെ എല്ലാം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഒരു സഭാപരമായ വളർച്ച ഇനിയും ഉണ്ടാകണം. അത് ഇടവകൾ സജീവമാകണം, ഫൊറോണകൾ സജീവമാകണം, റീജിയൻ സജീവമാകണം. എന്നാൽ അതോടൊപ്പം തന്നെ ഈ റീജിയന് കുറെ കൂടി അജപാലനപരമായ നേതൃത്വത്തില് പടവുകൾ കയറുവാനുള്ള വേദികൾ ഉണ്ടാകണം. പിതാവ് പടിപടിയായി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പിതാവ് ജോയി പിതാവിനെ സഹായമെത്താനായിട്ട് ആവശ്യപ്പെട്ടു. അതനുസരിച്ച് പിതാവിനെ കിട്ടി. ഇനി അടുത്ത ശനിയാഴ്ച ഇതുപോലെ തന്നെ കാനഡയിലെ പിതാവ് അവിടുത്തെ അപ്പസ്തോലിക് വിസിറ്ററാണ്. അവിടെയും മറ്റൊരു പിതാവിനെ നൽകിക്കൊണ്ട് അവരെയും അവിടെ സ്വതന്ത്രമാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെരപറഞ്ഞ് നിൽക്കുന്ന മറ്റൊരു കൂട്ടർ ഞങ്ങളൊക്കെയാണ്. മക്കളെ വളർത്തുന്ന പിതാക്കന്മാരുടെ ഉത്തരവാദിത്വമാണ് അവരെ സമയമാകുമ്പോൾ വിവാഹം ചെയ്ത് അയച്ചു കൊടുക്കുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞതുപോലെ ഈ സമുദായത്തിന്റെ വികാരങ്ങളാണ് ഞാനിവിടെ പ്രകടിപ്പിക്കുക. ഇന്ന് ബേസ്മെന്റിൽ കൂടിയപ്പോഴും അവർ പറഞ്ഞൊരു കാര്യം ഇതാണ്: അങ്ങാടിയത്ത് പിതാവ് ഇനിഷ്യേറ്റീവ് എടുത്താലേ ഉള്ളൂ ഇനി നമുക്ക് കുറച്ചുകൂടി ഒരു ഭാവി ഉണ്ടാവും. ഇതുവരെ നമ്മളെ വളർത്തിയ പിതാവ് തീർച്ചയായും നമ്മളെ വളർത്തുമെന്നുള്ളതായ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇത് പിതാവ് കേട്ട് മടുത്തു, ഇത് പറഞ്ഞ് ഞങ്ങളും മടുക്കുന്നു. അപ്പോൾ നമ്മൾ രണ്ടുപേരും മടുക്കാത്ത രീതിയിൽ ഇതിനൊക്കെ ഒരു പരിഹാരം അധികം താമസിയാതെ പിതാവ് ഉണ്ടാക്കി തരുമെന്നുള്ളതായ പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. ഏതായാലും പിതാവ് ഞങ്ങൾക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് അഭിനന്ദ പിതാവിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട മുളവനാലച്ചന് ഇപ്പോഴ് ഊണ് വർക്കവും ഇല്ലാതെ വളരെ അധ്വാനിച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തും ഓടി നടന്ന് ആളുകളെ ബോധവൽക്കരിച്ചും നമുക്ക് വേണ്ടിയിട്ട് അത്യധ്വാനം ചെയ്തുകൊണ്ടും നല്ല നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട അച്ഛന്റെ സുദൃഢമായ സേവനത്തെ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് അച്ഛനെ പ്രത്യേകം സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല. കാരണം അച്ഛൻ കൂടിയാണ് ഇത് നടത്തുന്നത്. എങ്കിലും ഔപചാരികതയുടെ പേരിൽ ബഹുമാനപ്പെട്ട മുളവനാലച്ചന്റെ സേവനത്തെ പ്രത്യേകമായി പ്രശംസിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. നമുക്കറിയാം, നമ്മുടെ വളരെ സജീവമായിട്ട് രാമച്ചനാട്ട് ഫിലിപ്പച്ചന്റെ നേതൃത്വത്തില് ഡിട്രോയിറ്റിലെ ഇടവക സമൂഹം പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്ന് പ്രധാനപ്പെട്ട അച്ഛൻ വളരെ താല്പര്യമെടുത്ത് അവിടുത്തെ ആളുകളെ കമ്മിറ്റിക്കാരായിട്ട് ഇങ്ങോട്ട് നിയോഗിച്ചു. അവർക്കെല്ലാം വേണ്ടതായ പ്രചോദനങ്ങൾ നൽകി. അവിടുത്തെ ആളുകളെ ആദ്യം ഒരു ബസ്സിന് ആൾ വരുമെന്നാണ് പറഞ്ഞത്. ഒരു ബസ് തികയാതെ വന്നപ്പോൾ വീണ്ടും അഡീഷണൽ ആയിട്ട് വാഹനങ്ങൾ ഇട്ടുകൊണ്ട് അവിടെ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തി. എനിക്ക് സമയത്ത് തുടങ്ങാനായിട്ട് സാധിക്കുമോ, ഇവിടെ വണ്ടി നേരത്തെ എത്തുമോ എന്നൊക്കെ ഒരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ അവര് അത് വെളുപ്പിനെ എഴുന്നേറ്റ് വാഹനങ്ങളിൽ കയറി ബഹുദൂരം യാത്ര ചെയ്ത് അവിടെ എത്തിച്ചു. അച്ഛൻ എപ്പോഴും ഇവിടുത്തെ ഈ ബൈബിൾ കലോത്സവത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് ചോദിച്ച് അന്വേഷിച്ചുകൊണ്ടാണ് ഇരുന്നത്. പ്രധാനപ്പെട്ട അച്ഛൻ കാണിച്ച വലിയ സഹകരണത്തിന്, നേതൃത്വത്തിന് പ്രധാനപ്പെട്ട അച്ഛനെ നന്ദി പറഞ്ഞുകൊണ്ട് അച്ഛനെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ മിനിസോട്ടയിൽ നിന്ന് ഡോമി ദറയുടെ നേതൃത്വത്തിലുള്ള സഹോദരങ്ങൾ വന്നിട്ടുണ്ട്. അവരെയും ഒരു ചെറിയൊരു മിഷനാണ്. അവിടുത്തെ അച്ഛന് ഇന്ന് അവിടെ വേറെ ചടങ്ങുകൾ ഉള്ളതുകൊണ്ട് വരാൻ ആഗ്രഹമുണ്ടെങ്കിൽ സാധിച്ചില്ല. അവരെയും ഞാൻ പ്രത്യേകം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രധാനപ്പെട്ട സുനി പടിഞ്ഞാറേക്കര അച്ഛൻ
നമുക്ക് എല്ലാ തലങ്ങളിലും നമുക്ക് നല്ല നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴും നമ്മുടെ അച്ഛന്റെ നേതൃത്വത്തിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രധാനപ്പെട്ട സുനി അച്ഛനെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇവിടുത്തെ ഈ ബൈബിൾ കലോത്സവത്തെ കുറിച്ച് മറ്റ് പ്രണയങ്ങളിലുള്ള പല വൈദികരും നമ്മുടെ ഇവിടെ തന്നെയുള്ള പല എൽമാരും എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, എങ്ങനെ പോകും നിങ്ങളുടെ അവിടുത്തെ പരിപാടികൾ? ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, എനിക്ക് ധൈര്യമായിട്ടിരിക്കാൻ. കാരണം ഞങ്ങൾക്ക് വളരെ നല്ല കഴിവുള്ള ഒരു ജനറൽ കൺവീനർ ഉണ്ട്, മറ്റാരുമല്ല ടോണി പുല്ലാപ്പള്ളി. സ്വന്തം പിതാവ് ഷെവലിയർ ജോൺ പുല്ലാപ്പള്ളി സാറിന്റെ ആ സഭാ ശുശ്രൂഷ ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടെ അനുസ്മരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജ്ഞാനായ റീജിയന്റെ പ്രീ മാനേജ് കോഴ്സുകൾ, അതുപോലെ തന്നെ ഫാമിലി കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം നേതൃത്വം കൊടുക്കുന്ന അദ്ദേഹം ഒരു നല്ല നേതാവാണ്. അതുകൊണ്ട് തന്നെ എല്ലാ കമ്മിറ്റിക്കാരെയും എപ്പോഴും വിളിച്ച് ഓർപ്പിച്ച് എന്നെയും വിളിച്ച് ഞങ്ങൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിജയപ്രദമാക്കുന്നതിന്റെ പിന്നിലുള്ള ഏറ്റവും നല്ലൊരു ശക്തി ശ്രീ ടോണി പുല്ലാപ്പള്ളിയിലാണ്. ടോണിയെ ഞാൻ ഔപചാരികതയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. സംഘടനയും സഭയും തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകളാണ് ഞങ്ങൾ അച്ഛന്മാര് എല്ലാവരും. ഇന്ന് വളരെ ശാന്തമായി നമ്മളുടെ ജ്ഞാനായ സമുദായം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷത്തോടുകൂടി KCSന്റെ പ്രസിഡന്റ് ശ്രീ ജോസ് കണിയാലിയെ സ്വാഗതം ചെയ്യുന്നു. പരിമിതമായ സമയമുള്ളത് കൊണ്ട് എല്ലാവരുടെയും പേരുകൾ എടുത്തു പറയാൻ സാധിക്കുകയില്ല. എങ്കിലും നമ്മുടെ ഈ കമ്മിറ്റികളുടെ പ്രവർത്തനമാണ് ഇതിന്റെ എല്ലാ ക്രോഡീകരണത്തിന് നമ്മളെ സഹായിച്ചത്. അതിന് നേതൃത്വം നൽകിയ ജോസീന ചെരുവിൽ, മേരി ആലങ്കൽ, ബിനോയ് കിടക്കനടി, സജി ബാലതുരുത്തൽ, ജോസ് ചാണ്ടിയാട്ട്, സാനു കളപ്പുര, മത്യാസ് പുല്ലാപ്പള്ളിയിൽ, ബിനു ഇടക്കര, അവരോടൊക്കെ സഹകരിച്ച എല്ലാ കമ്മിറ്റിക്കാരെയും സന്തോഷത്തോടുകൂടി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രത്യേകിച്ച് സേവ്രമ്മ സിസ്റ്റേഴ്സിന്റെ നേതൃത്വം നൽകിക്കൊണ്ട് വളരെയേറെ നമ്മുടെ പള്ളിയിലെ കാര്യങ്ങളും ഇവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും നമ്മളെ സഹകരിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഡിട്രോയിറ്റിൽ നിന്നും, മിനസോട്ടയിൽ നിന്നും, സെക്കൻഡ് ഹാർട്ട് പള്ളിയിൽ നിന്നും, ഈ ഇടവകയിൽ നിന്നും വന്നിട്ടുള്ള എല്ലാവരും, ഇവിടുത്തെ ഈ മത്സരങ്ങളിൽ പങ്കെടുക്കുന്നവര്, ഇവിടുത്തെ ജഡ്ജസായിട്ട് വന്നവര്, അതുപോലെ തന്നെ ഇവിടുത്തെ വേദികളിലെ കലാപരിപാടികൾ അവതരിപ്പിക്കുവാനിരിക്കുന്നവര്, മാധ്യമ പ്രവർത്തകരെ, പ്രത്യേകിച്ച് ജ്ഞാനായ വോയിസ്, അതുപോലെ തന്നെ ഇവിടെ സൗണ്ട് സിസ്റ്റം ഒക്കെ നമ്മളെ സഹായിക്കുന്നവര്, അങ്ങനെ എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.